നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും മാറ്റിവെക്കാറുണ്ട്. ചിലർക്ക് പ്രൊക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുക, നാളെ എന്നുള്ളത് മറ്റന്നാളാകുക, ഇങ്ങനെ നീണ്ടു പോകുന്നത് ഒരു ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ശൈലിയായിട്ട് മാറാറുണ്ട്. എന്നാൽ ഇങ്ങനെ നീട്ടിവെക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അതെത്ര വലുതാണെന്ന് അവർ തന്നെ പിന്നീട് സമ്മതിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. ശരിയാണ്, നമുക്ക് ലഭിക്കേണ്ട നന്മകളും നമുക്ക് ലഭിക്കേണ്ട പല അവസരങ്ങളും നഷ്ടമായി പോകുന്ന അനുഭവങ്ങൾ ഇത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാമും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഈ നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നാം മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 55-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ഈ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്, വാക്യമാണ്. ഈ വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ കണ്ടത് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അടുത്തത് അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തെ കണ്ടെത്താൻ ഒരു സമയമുണ്ട്, അവൻ അടുത്തിരിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് തന്നെയാണ്. അപ്പം ഇത് ഒരിക്കലും അർത്ഥമാക്കുന്നത് എന്തല്ല, ദൈവം നമ്മിൽ നിന്ന് അകന്നു മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല. ദൈവം എല്ലാവർക്കും സമീപസ്ഥൻ തന്നെയാണ്. ദൈവം തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും ഏറ്റവും അടുത്തിരിക്കുന്നവൻ തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നത് നാം ഓരോരുത്തരുമാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകൾ കൊണ്ട് നാമും ദൈവവും തമ്മിലുള്ള ആ അടുപ്പം, അല്ലെങ്കിൽ ആ സാമീപ്യം, ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു മാറുന്നവരായിട്ട് തീരുകയാണ് പലപ്പോഴും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില പാപ സ്വഭാവങ്ങൾ നിമിത്തം നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാം ചെയ്യേണ്ട, അതായത് ഏറ്റുപറയേണ്ട സമയത്ത് തെറ്റുകൾ ഏറ്റുപറയാതിരിക്കുന്ന നിമിത്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ അത്ര വലുതാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഈ പണ്ടത്തെ കാലത്ത് ജനറേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനറേറ്റർ ഇപ്പോഴൊക്കെ സ്വിച്ച് ഓൺ ചെയ്താൽ ഉടനെ വർക്ക് ചെയ്യുന്ന ജനറേറ്ററാണ് ഇപ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ജനറേറ്റർ എന്ന് പറയുന്നത് അത് ഈ ലിവർ കറക്കി വർക്ക് ചെയ്യുന്ന ജനറേറ്ററാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പം പുതിയൊരു ജനറേറ്റർ നമ്മൾ മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലേ? എന്താ കാര്യം? അത് വളരെ ആയാസമെടുത്ത്, അത് പുതിയതായതുകൊണ്ട് അത്രയും ആയാസം എടുത്തിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം, നാലാമത്തെ പ്രാവശ്യം പലയാവർത്തി ആകുന്ന സമയത്ത് അത് വളരെയധികം ഈസി ആയിട്ട് നിൽക്കുക തന്നെ ചെയ്യും. ഈസി ആയിട്ട് മാറും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക്. അതുപോലെ തന്നെ നാം ദൈവത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് പലപ്പോഴും പാപ സ്വഭാവങ്ങൾ, അവിടുന്ന് ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കുറ്റബോധം തോന്നാറുണ്ട്, വേദന തോന്നാറുണ്ട്, ഭയം തോന്നാറുണ്ട്. എന്നാൽ അതാത് സമയത്ത് അത് ഉപേക്ഷിച്ച് കളയാൻ നമ്മൾ തയ്യാറാകാതിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്, കുറേ കാലങ്ങൾ കഴിയുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ അതെന്തായിട്ട് മാറും? ശീലമായിട്ട് മാറും, ഇല്ലേ? അത് ഒരിക്കലും അതൊന്നും അത്ര പാപമേ അല്ല എന്നുള്ള ചിന്തയോടെ നമ്മുടെ ജീവിതത്തിൽ അത് നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് നാമും ദൈവവും തമ്മിൽ നല്ല ബന്ധമാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി തരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴും പലപ്പോഴും നാമും ദൈവം തമ്മിൽ വളരെയധികം അകന്ന് മാറി നിൽക്കുന്ന അനുഭവമാണ് ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അതാത് സമയങ്ങളിൽ നമ്മുടെ തെറ്റുകൾ അതാത് സമയത്ത് ഏറ്റുപറഞ്ഞ്, നമ്മുടെ ഹൃദയം കഠിനമാകാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മെ ഓരോരുത്തരും കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? നാം എല്ലാം ചിന്തിച്ചിരിക്കും ദൈവം എൻ്റെ അടുത്താണ്, പക്ഷേ ദൈവം ഒരുപാട് അകന്നു മാറി നിൽക്കുന്ന, നമ്മുടെ പാപങ്ങൾ നിമിത്തം അകന്നു മാറി നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കാം? ദൈവമേ,
ഒരു കാര്യം പോലും, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു തെറ്റ് പോലും എന്ത് ചെയ്യരുത്, കൺഫസ്ഡ് ആയിട്ടുള്ളൊരു സിൻ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? ഹല്ലേലൂയ, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പൻ, അവൻ അടുത്തിരിക്കുന്ന സമയത്ത് അവനെ വിളിച്ചപേക്ഷിപ്പൻ. അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പൻ. ഒരുപക്ഷെ നമ്മുടെ ഈ ചെറിയ ചെറിയ പാപങ്ങൾ നിമിത്തം, നമ്മുടെ ഈ ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ മടി കാണിക്കുന്ന നിമിത്തം അവിടെ നിന്ന് നമ്മിൽ നിന്ന് അകന്നു മാറാതിരിക്കാൻ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് പറയാം, ഐ നീഡ് യു ലോർഡ്. എൻ്റെ ദൈവമേ അങ്ങേ എനിക്ക് വേണമെന്നുള്ള ആ പ്രാർത്ഥനയോടെ ദൈവത്തിന് സന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.